നമസ്കാരം. രാജ്യം ശിഥിലമാക്കുന്ന ശക്തികൾ അത് രാജകൊട്ടാരത്തിനുള്ളിൽ തന്നെയുള്ളവരാണെങ്കിൽ പോലും അവരെ വെറുതെ വിടരുത്. കാരണം ഇപ്പോൾ റാണയെ കൈ കിട്ടിയിരിക്കുന്നു. കഴിയുന്നതും അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് റാണയെ കൂടുതൽ കാലം നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടാനും അദ്ദേഹത്തിൽ നിന്നും ആരൊക്കെയാണ് രാജകൊട്ടാരത്തിൽ നിന്നും അല്ലെങ്കിൽ രാജകുടുംബങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാനായിട്ട് പൈസ വാങ്ങി അല്ലെങ്കിൽ അധികാരമോഹത്തിന് വേണ്ടി പൈസ വാങ്ങി എന്നുള്ളതറിയാനും വേണ്ടത് ചെയ്യുക. ജുഡീഷ്യറിയിലുള്ള ആൾക്കാരും പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും മതപ്രവർത്തകരും എല്ലാം റാണയ്ക്ക് കൂട്ടായി നിന്നു. ഇവിടെ വല്ലാത്തൊരു സംഘർഷം ഉണ്ടാകുമായിരുന്നു അല്ലേ? ഇന്ത്യ തന്നെ സ്പ്ലിറ്റ് ചെയ്തു പോകുമായിരുന്ന ഒരവസരമായിരുന്നു അത്. കാരണം ഹിന്ദുമത വേഷധാരികളുടെ രൂപത്തിലാണ് ആ അക്രമകാരികൾ ഇവിടെ എത്തിയത്. അതും ഒരു യാനത്തിൽ. എങ്ങനെയാണ് യാനം ഇവിടെ കടൽ ഇവിടെ അടുക്കുക? അവിടെ നേവി ഇല്ലേ? ബോർഡർ ഫോഴ്സ് ഇല്ലേ? അതൊക്കെ കടന്നു വരണമെങ്കിൽ അതിനത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ആരെങ്കിലും അതിൻ്റെ പുറകിലുണ്ടാവുമല്ലോ. അവരെ കണ്ടുപിടിക്കുക, അവരെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ രാജ്യം ശക്തിപൂർവ്വം ഉന്നതിയിലേക്ക് എത്തുകയുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കൂ, ജാതി മതഭേദമന്യേ നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത്.